അച്ഛൻ ഇത് എവിടെ പോയി കിടക്കും? എത്ര നേരമായി? മോളെ നാളെ ഓണം അല്ലേ, പൂ പറിക്കാൻ പോയിരിക്കാ. പൂക്കൾ ഇടണ്ടേ നമുക്ക്? അച്ഛൻ വന്നിട്ട് വേണം എനിക്ക് ഈ കൊമ്പിലൊരു ഊഞ്ഞാല് കെട്ടിട്ട് ആടാൻ. അയ്യോ, പോത്ത് പോലെ വളർന്നു. ഇനിയിപ്പോ ഒരു ഊഞ്ഞാലിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. പൂവിന്റെ മക്കളെ വാ, പൂപ്പട ഇട താഴെ പൂക്കളം കെട്ടാൻ വാ. മോനെ പൂവ് ഇതെവിടെ വെക്കണം? ഇത് ചെമ്പരത്തി പൂ അച്ഛനെ ചെവിയിൽ വെക്ക്. ചെമ്പരത്തി പൂവല്ലേ കൊണ്ടുവന്നത് ഓണത്തിന്? നിങ്ങളെ ഞാൻ 4 മണി പൂ പറിക്കാനാണോ വിട്ടത്? എന്നിട്ട് പറിച്ചോ? ഞാൻ പോയി എത്ര മണിയായി? 6 മണി. അപ്പൊ 4 മണി പൂ എങ്ങനെ പറിക്കും? 6 മണിക്ക് പോയാ സാമാന്യ ബുദ്ധി വേണ്ടേ നിനക്ക്? എന്താ മോനെ, ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ എനിക്ക് കൊമ്പിലൊരു ഊഞ്ഞാല് കെട്ടിത്തരാൻ. 65 വയസ്സായി നടന്നു നടന്നു ഞാൻ ഈ വഴി കിടക്കുന്ന ഇല കയറിയിട്ട് എങ്ങനെ ഊഞ്ഞാല് കിട്ടും? അച്ഛയില് താഴെ പോകും മോനെ ഞാൻ. അച്ഛാ എനിക്ക് ഊഞ്ഞാല് കെട്ടണോ അച്ഛാ? ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും കെട്ടിക്കും കേട്ടോ. അയ്യോ, അത് പറ്റൂല. കണ്ണി കണ്ട അണ്ടനെ അടവണ്ണി പിടിച്ച് വിള കെട്ടിക്കാൻ പറ്റത്തില്ല. നീ എന്നാ പറയുന്നത്? എടി ഊഞ്ഞാല് കെട്ടുന്ന കാര്യം പറഞ്ഞത്, അല്ല കെട്ടിക്കൊണ്ട് പോകുന്നതല്ല. രണ്ടുപേരും കൂടി തല്ലു പിടിക്കല്ലേ? നല്ലൊരു ദിവസമൊക്കെ അല്ലേ വരുന്നേ? അച്ഛാ നമുക്ക് ഓണമൊക്കെ അല്ലേ, നമുക്ക് ഷിബുവേട്ടനെ അമ്മായിനും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ? ആരെയാ? ഷിബുവേട്ടനെ അമ്മായിനും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ? അവനെ ആഴ്ച കേട്ടതില്ല. അച്ഛൻ എന്താ ഷിബുവേട്ടനോട് ഇത്ര ദേഷ്യം? ദേഷ്യമോ? അവന്റെ സ്വഭാവം നിനക്കറിയാൻ വേണ്ടി. എടി മില്ലിന്ന് അരിയും പിടിച്ചോണ്ട് പോയപ്പം ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ നാർക്കോട്ടിക്സിൽ വിളിച്ചു പറഞ്ഞതാ അവന്റെ തന്തയുടെ പേരിൽ. അവനെ ഞാൻ ഇവിടെ കറ്റാനോ ആഴ്ച ചെവിക്കലടിച്ച് പറയും. നീ പോകുന്നില്ലേ? ഞാനല്ലേ പോകുന്നു. നിന്നോടല്ല, ഞാൻ എന്നോടാ ചോദിച്ചോ. നീ പോകുന്നില്ലേ? ഞാൻ പോവാ. ഷിബു 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 രാത്രി കിടന്ന് വിസിലടിക്കാറാ. വിസിലടിച്ചതല്ലെന്ന്, പല്ലിന് വിടമുണ്ടെന്ന് കൊണ്ടുവല്ല ആശുപത്രിയിലും കാണിച്ച്. അപ്പൊ ഡോക്ടർ പറയണേ സാരമില്ല, ശരിയാക്കാം സുരേഷ്. പിന്നെ ഈ മരത്തിലാണ് ഊഞ്ഞാലിടേണ്ടത്. ഈ മരത്തിലാണ് ഊഞ്ഞാലിടേണ്ടത്. ഇതിൽ ഒരു ഊഞ്ഞാലല്ല, 3-4 ഊഞ്ഞാൽ ഞാൻ കിട്ടും. 3-4 ആട്ടണ്ട, ഒരെണ്ണം ഉണ്ടാക്കിയാ മതി. ഒരെണ്ണം കിട്ടിയാ മതി. ഒരെണ്ണം മതി. അപ്പൊ 1000 രൂപയാവും. എത്ര? 1000 രൂപ. നീ പറഞ്ഞ 500 രൂപ മതിയെന്ന്. കേറുന്ന 500, ഇറങ്ങുന്ന 500. ഞാൻ നിനക്ക് 500 രൂപ തരും. നീ കയറിയാ മതി. തിരിച്ചിറങ്ങണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി വീട്ടിൽ പോ. ഞാൻ ഉണ്ടാക്കാം. ഷിബു ഷിബു ഇങ്ങനെ റിംസെറ്റ് അടിക്കുന്നത് ഞങ്ങളെ കോടാ പോടാ ഇവിടാ. ഇതെന്ത് ഈ വേഷത്തില്? നിന്റെ അച്ഛൻ പഴകഞ്ഞിയുടെ കണ്ണ് തെറ്റിക്കാൻ ഇതല്ല. അയ്യോ ഷിബുട്ട് ഊഞ്ഞാലയുടെ കാര്യം എന്തായി? ആണ്ട നിക്കുന്നു. ഇതെന്ത് ഊഞ്ഞാലിട്ടുള്ള കമ്പാ? പറഞ്ഞിടക്ക് എന്തോ ഈറ്റക്കോലി നക്ഷത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അച്ഛൻ കേക്കും. അങ്ങനെ ഇറങ്ങി വന്ന് എന്റെ പല്ല് കാണത്തില്ല പറഞ്ഞേക്കാം. ഷിബുട്ടൻ എന്തിനാ ഇയാളെയും കൊണ്ട് വന്നത്? ഊഞ്ഞാല് കെട്ടണ്ടേ? ഷിബുട്ടൻ വന്നു നീ പൊട്ടു റൊമാൻറ്റിക് അല്ല. ആര് പറഞ്ഞു ഞാൻ റൊമാൻറ്റിക് അല്ലെന്ന്? എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ഇന്നലെ ടിവിയിൽ മായാനദി സിനിമ കണ്ടപ്പോഴേ അതിലെ നായകൻ മാത്തനുണ്ടല്ലോ, അതിലെ നായിക അപ്പൂനെ എന്താ വിളിക്കണെന്നറിയോ സ്നേഹത്തോടെ? ആപ്സെന്ന്. ഷിബുട്ടൻ മാത്രം എന്നെ അങ്ങനെ ഒന്നും വിളിക്കാറില്ല. നിന്റെ പേരെന്താ? ചിപ്പി. ചിപ്സ് എന്ന് വിളിക്കട്ടെ? അതാകുമ്പോ ഇടക്കിടക്കെടുത്ത് കുറിക്കുകയും ചെയ്യാം. എന്തോടി ഇത്? അത് അച്ഛൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കണതാ. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ഉറക്കത്തിൽ എനിക്ക് ഓലിയിടുന്ന ആദ്യമായിട്ട് കാണും. നോക്കിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാല് കെട്ടടാ പെട്ടെന്ന്. ഷിബുട്ടാ ഞാൻ 3000 രൂപ തന്നിട്ട് കെട്ടുന്ന ഊഞ്ഞാല് നല്ല ബലത്തിൽ തന്നെ കെട്ടണം കേട്ടോ. എന്നിട്ട് വന്നേ എത്ര രൂപ? 1000. എത്ര? 1000 അല്ല, 1000ന്റെ കെട്ടല്ലേടാ. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് വരെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നുള്ള ദ്രോഹി നീ. അപ്പൊ എന്നിട്ട് എനിക്ക് 1000 രൂപയല്ലേ? 3000 രൂപ നീ മേടിച്ചെടുക്കല്ലേ? എടാ നിന്നിട്ട് ഞാൻ കൂട്ടില്ല, നിനക്ക് ഊഞ്ഞാലുമില്ല. 3000 തരാം. വേണ്ട 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 വേണ്ട. നിന്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങിച്ചാലേ പോണ വഴിക്കല്ലേ പാമ്പ് അടിച്ചു പോലൂടാ. അയാൾ എന്താ പറഞ്ഞേ? അവനെ ഊഞ്ഞാലിട്ടുന്നതിന് 4000 രൂപ. എന്റെ പൈസ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. അയ്യോ പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഊഞ്ഞാലിട്ട വേറെ ആരെങ്കിലും കിട്ടും നോക്കാം. ഷിബുട്ടൻ എന്താ കെട്ടിയാല്? എനിക്ക് മരത്തിൽ കയറാൻ അറിഞ്ഞൂടാ. എനിക്ക് വേണ്ടി ഷിബുട്ടൻ മരത്തിൽ കേറൂലേ? ഇങ്ങനെ പേടിച്ച പിന്നെ നമ്മൾ എങ്ങനെയാ ജീവിക്കാം? എന്റെ ഷിബുട്ടൻ കേറ്. നിനക്ക് വേണ്ടി മരത്തിലല്ല, എവറസ്റ്റ് കൊടുമുടിയിൽ വരെ ഞാൻ വലിഞ്ഞു കയറും. നോക്കി നിൽക്കട്ടെ, കേറ്. നോക്കി നോക്കി. എന്തോന്ന് മരവടി ഇത്? എന്റെ അച്ഛൻ വെച്ച മരവാ. അപ്പൊ പാഴ് തടിയായത്. കേറിയോ? ഉറുമ്പുണ്ട്. നോക്കി നോക്കിക്കതാ കയറെടുത്ത.
പുളി പുളി അയ്യോ, എന്നാ മനുഷ്യ? എന്നാ? നെല്ലിപ്പുളി നെല്ലിപ്പുളി പുള്ളിപ്പുളിക്കിളി പുള്ളിപ്പുലിയോ? പുള്ളിപ്പുലിയടി ആടി പുളി ഇരിക്കുന്നത്. അയ്യോ, ചേട്ടാ, പുലി. അയ്യോ, സതീശൻ, രമേശൻ, ഭാസ്കരൻ, ഓടി വാടാ, ഇവിടെ പുലി കയറിയിരിക്കുന്നടാ. എടി വാത്സലേ ശാന്ത രമണിയെ ഓടി വാടി. നിങ്ങൾ എന്തിനാ കണ്ണി കണ്ടവളമാരെ വിളിച്ച് കയറ്റുന്നത്? എന്നാ പാതിരാത്രി ആണുങ്ങളെ വിളിച്ചു വരുന്നത് അവിടെ പെണ്ണുങ്ങളെ വിളിക്കാം. അയ്യോ, അത് വിട്. അയ്യോ, ഓടി വായോ. പുലി 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 ഓടി വായോ. അച്ഛാ, നാട്ടുകാരൊന്ന് വിളിച്ച് കൂട്ടല്ലേ അച്ഛാ, ഞാൻ നിങ്ങളുടെ മോളല്ലേ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. പുലി വന്ന് വലിയ തെറ്റാണോ? പുലിയാ? എടി പുലി ഇറങ്ങി വന്നടി മരത്തിന് വെളിയിൽ. പുലിയാ? ആ, പുലി. അയ്യോ, ഇവൾക്ക് പുലിയെയും പേടിയില്ലേ? അയ്യോ, അവിടെ പുലി. അയ്യോ, അച്ഛാ, പുലി. അയ്യോ. എടാ ഓടി വരണേ സഹദേവോ. ഓടി വാടാ പുലിയാടാ പുലി. എന്താ ചേട്ടാ ഇത് ബാക്കിയുള്ള കിടന്ന് ഉറങ്ങാൻ പറ്റണല്ലോ എപ്പോഴും ഒറ്റപ്പാടില്ല കളയാണല്ലോ ഇറങ്ങി പോടാ. ആ അത് ശരി നാട്ടുകാരെ ഓടി വന്നു പറഞ്ഞ് വിളിച്ചു വിളിച്ച് ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞില്ല നീ ഇതിന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ പുലിയോട് പറഞ്ഞേ, ഇറങ്ങി പോടാ പുലി. എടാ, പോടാ പുലി. ഇങ്ങോട്ട് പോടി. എന്റെ സഹദേവാ. എടാ, അവിടെ പുലി ഇരിക്കുന്നടാ. എന്റെ ദൈവമേ ഇത് എന്നാ പുലിയാ ഇത് ചേട്ടാ ഇത് ചീത്തപ്പുലിയാ ചീത്തപ്പുലി ചീറ്റയാലും അത് ഭയങ്കര പുലിയാണ് അത്. ഒരു കാര്യം ചെയ്യാം, എടാ ഫയർഫോഴ്സിനോ ഫോറസ്റ്റിനോ അല്ലെങ്കിൽ പോലീസിനോ വിളിച്ചൊന്ന് വിവരം പറ. എന്തായാലും ചേട്ടാ അന്യായ ഭാഗ്യമുണ്ട് ഭാഗ്യം പറഞ്ഞ പച്ചക്കുതിരയാണോ വന്നിരിക്കുന്നത്? പുലിയാണ് അത്. അതല്ലെന്ന് ഓണായിട്ട് അളിയൻ വന്നിട്ടുണ്ട് ഇത്ര നല്ല ഓഫായിട്ട് കിടക്കുന്ന അളിയെ. അത് നോണത്തിന് എന്റെ അളിയൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഈടാ ഓണത്തിന് നിന്റെ അളിയെ വീട്ടിൽ വന്നെങ്കിൽ ഞാൻ എന്തെടുക്കാൻ അവിടെ പുലി ഇരിക്കുന്നത് കണ്ടില്ലേ? ചേട്ടാ എന്റെ അളിയൻ ആരാന്നറിയാവാ ഷാർപ്പ് ഷൂട്ടറാണ് ഷാപ്പിലെ കൂട്ടറോ? ഷൂട്ടറല്ലെന്ന് അന്യായ വേട്ടക്കാരനാണ് അന്യായ വെടിവെപ്പുകാരനാണ് വെടിവെപ്പുകാരനാ? നീ അകത്ത് പോയി പുള്ളി ഒന്ന് വിളിക്കാം. നമുക്ക് പുള്ളി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒറ്റ വെടിക്ക് അടിച്ച് താഴെ ഇടും ഒന്ന് ചോദിച്ചോട്ടെ, അടിച്ച് താഴെ ഇടുവോ അത് വെടിവെച്ചിടുവോ? ഏതാ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയെങ്കിലൊക്കെ അടിച്ച് താഴെ ഇടും എന്നാ വിളിക്കടാ മാട്ടാൻ വിളിച്ചിട്ട് വരാം എന്റെ തമ്പുരാനെ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇവിടെ പുലിയെ ലൈൻ അടിക്കുന്നു. അയ്യോ, എന്റെ അച്ഛനെ തിന്നല്ലേ. അയ്യോ, എന്റെ അച്ഛനെ തിന്നല്ലേ. എന്റെ അച്ഛൻ പാവാണ്. നിന്റെ അച്ഛൻ ബാവുവോ? അവിടെ അച്ഛൻ ബാവുവോന്ന് പറഞ്ഞപ്പോ ഞാൻ ആരാടി? അയ്യോ, അച്ഛൻ പാവാണെന്ന്. ആ അപ്പൊ എന്തോ ചുട്ടിക്കളിയുണ്ട് എനിക്ക് മനസ്സിലാകുന്നത്. അത് പോട്ടെ ആള് വന്നാൽ ഞാൻ വെടിവെച്ചങ്ങ് ഇട്ടാ മതി. അതെ ബാബാ സന്തോഷം. വേണ്ട നിങ്ങൾ ഈ പുലി എവിടെ കെട്ടിയിട്ടേക്കുന്നേ? പുലിയാണ് തോട്ടത്തിനകത്താ. എന്നാ ബാ. എന്റെ ഇടോ മരത്തര മേടി കയറിയിരിക്കുന്നോ പുലി. അയ്യോ പുലി! അളിയെന്തിനാ ഓടുന്നത് അതെ അതെ, ഞാൻ പേടിച്ചിട്ട് ഓടിയതല്ല, ആ പുലിയെ പേടിപ്പിച്ചതാ. പുലിയെ പേടിപ്പിച്ചതാ അതൊക്കെ ഞാൻ പേടിച്ച് ഓടിയ പോലെ തോന്നുവാ. നിങ്ങൾ വെടിവെക്ക എങ്ങനെയല്ലോ ഒരിക്കലും ഞാൻ വെടിവെക്കാം. ചുമ്മാ അങ്ങോട്ട് വന്ന് വെടിവെക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് മാറി. മാറിക്കൊടുക്ക ചേട്ടാ, അതെ, നമുക്ക് ഈ തോക്കുകൊണ്ട് വെടിവെക്കാണ്ടേ കമ്പി കൊണ്ട് കുത്തിയിടാൻ പറ്റുമോ? അതെ, ശീമച്ചക്കയല്ല കിടക്കുന്ന പുലിയാ. ഇങ്ങോട്ട് മാറി വെച്ചാ ഇങ്ങോട്ട്. മാറി വേഗോട്ടെ പെട്ടെന്നാകട്ടെ കേട്ടോ അളിയാ അതെ, ഈ എണ്ണാൻ അറിയോ ആർക്കെങ്കിലും? ഞാൻ എണ്ണാം. ആണോ? എത്ര പേരെ എണ്ണണം? 5 വരെ എണ്ണണം. അല്ല 5 പേരെ എന്തിനാ എണ്ണുന്നു? 5 എന്ന് പറയുമ്പോ ഒരു പഞ്ചുണ്ട്. ഓ ശരി, ആ പഞ്ചിന്റെ കാഞ്ചി വലിച്ച പുലി താഴെയാ. ഞാൻ എണ്ണാം. 5 വരെ എണ്ണുമല്ലോ. 5 ഞാൻ റെഡിയാ. അപ്പൊ ഞാൻ റെഡി എന്ന് പറയുമ്പോ 5 എണ്ണം. നിങ്ങൾ വെടിവെക്ക. ഓക്കെ ഓക്കെ റെഡി. 5 അല്ല 5 കഴിച്ച 5 പറഞ്ഞു കീച്ചു. റെഡി. 5 പാത്തിക്കൊപ്പം തരും കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞു 5 പറയാൻ പറഞ്ഞു. അളിയാ അങ്ങനെ പോലെ അളിയാ ഒന്ന് സഹായിച്ചിട്ട് പോ പുലിയെ വെടിവെച്ചാൽ പിന്നെ വേറെ ആരാ ഉള്ളത് പിന്നെ അളിയ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും പുലിയെ വെടിവെക്കും അതിന്റെ മർമ്മ സ്ഥാനത്ത് തന്നെ വെടിവെക്കും അത്രേ ഉള്ളൂ. അതിന്റെ നട്ടല് നോക്കി ഞാൻ വെടിവെക്കും. അയ്യോ, അത് പറ്റില്ല. സൈക്കിളിൽ നിന്ന് വീണതാ. സൈക്കിൾ എവിടെ പുലിയോ അല്ല, വല്ല സൈക്കോ പുലിയൊക്കെ ആണെങ്കിലേ ചേട്ടനെ കടിച്ച് കീറിക്കളി, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും അല്ലേ? നിങ്ങൾ പിടി ചെയ്ത് വെടിവെക്കുന്നത്. ഞാൻ വെടിവെക്കാം. മാറ്. നീ എണ്ണണ്ട കേട്ടോ. ഞാൻ തന്നെ എണ്ണി വെച്ചോളാം. 5 വേണ്ടല്ലോ. വേണ്ട, ഒന്നും വേണ്ട. എണ്ണിക്കോ. മിണ്ടാതിരുന്നാ മതി. റെഡി. റെഡി. 1 2 തള്ളിയത് ഒറ്റ കീറിയാൽ തന്നാട്ടല്ലോ. ആ കപ്പാടെ 2 ഉണ്ടേ ഉള്ളായിരുന്നു. അത് 2 ഉണ്ട പാടായി. ഞാൻ 10 വർഷം സൂക്ഷിച്ചു വെച്ച ഉണ്ടയാ. ഒരു ഉണ്ടല്ലോ, അതുകൊണ്ടെങ്കിലും വെടിവെക്ക. ഞാൻ വെടി വെക്കുന്നില്ല, കിളി വെക്കുന്നില്ല. ഞാൻ പോവാ. എന്റെ അളി അങ്ങനെ പറഞ്ഞു പോവല്ലേ ഞാൻ പോവും. നിങ്ങൾ വെടിവെക്ക. ആ തോക്കും കിടന്നേ. ആ തോക്കും കിടന്നേ. തോക്കും കൊടുത്താ തോക്കരത്തില്ല. നിങ്ങൾ പോയേ. ഈ പുലിയെ ഞാൻ വെടിവെക്കാം. അച്ഛാ, പുലി പാവാ. അച്ഛാ, പുലി പാവാ. ചോര നിറയ്ക്കാൻ മാറി. നമ്മളൊന്നും ചെയ്തില്ലല്ലോ അച്ഛാ. പുലി പാവല്ലേ. മിണ്ടരുത്. എന്റെ പറമ്പിരിക്കുന്ന മരത്തിരിക്കുന്ന പുലി എനിക്കറിയാം വെടിവെക്കാൻ. റെഡി. 5 അയ്യോ പുലി. അയ്യോ, എന്റെ പുലി. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ പുലി പാവാന്ന്. അയ്യോ വെടി കൊണ്ടല്ലോ എന്നിട്ട്. അയ്യോ
പുലിയുടെ പഴം. പഴവോ വാലാ ഇത്? പാലാണോ? അയ്യോ പുലിയുടെ വാലിന് തന്നെയാണ് വെടി കൊണ്ടത്. വേറെ എവിടെ കൊണ്ടുള്ള ആ സാധനം താഴെ വീഴത്തില്ലേ? പുലി അനങ്ങുന്നില്ലല്ലോ. എനിക്ക് ഉന്നൊക്കെ ഉണ്ടല്ലേ. ഷിബു 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 ഷിബുവേ ഇതാരാടാ ഇത്? ഫ്രീ ഷിബുനെ കണ്ടോ? ഷിബു 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 ഏ? ആ കൊച്ചിന് ഊഞ്ഞാല് കെട്ടിത്തരാൻ വേണ്ടി വന്ന ഷിബു എവിടെ? ഏ? നീ ആരാടാ ഉദ്ദേശിക്കുന്നത്? അതെ ഈ കൊച്ചിന് ഊഞ്ഞാല് കെട്ടി കൊടുക്കാൻ വേണ്ടിട്ടേ പുലിയുടെ ഡ്രസ്സുമായിട്ട് ഷിബു വന്നു. ഇപ്പൊ കാണുന്നില്ല. പുലിയുടെ ഡ്രസ്സിൽ അപ്പൊ മേളിയിരിക്കുന്നത് ആരാടാ? ഷിബു ആണോ? നീ മേലേക്ക് അറിയാ എടാ 500 രൂപ ഞാൻ ഊഞ്ഞാല് കെട്ടിത്തരാ. നീ ഇറങ്ങ്, നീ ഇറങ്ങി വരാൻ. അത് ശരി. നിന്നോട് ഞാൻ പറഞ്ഞാണോ ഈ പറമ്പിൽ കാലുകുത്തലെന്ന്? നീ വേഷം മാറി വന്നിരിക്കണല്ലേ? എടാ ഇറങ്ങടാ. എന്നെ അടിക്കൂലെന്ന് ഉറപ്പ് വന്നാ ഇറങ്ങാം. ഈ ആദ്യം താഴോട്ട് ഇറങ്ങാൻ നമുക്ക് തീരുമാനിക്കാം. വേണോ വേണ്ടത്? രണ്ടുണ്ടായിരുന്നുള്ളൂ, അത് രണ്ടും പോയി. നീ എന്നെ ഇട്ട് പുറകളിപ്പിക്കായിരുന്നല്ലേടി? അതിന് ഇനി എന്നെ കളിപ്പിക്കാതിരിക്കണ്. ആദ്യം കളിക്ക് പോടാ അവിടുന്ന്. അച്ഛാ അത് ഊഞ്ഞാല കെട്ടിത്തരാൻ വന്നതാ അച്ഛാ. പിന്നെ പാദയാത്രയ്ക്കല്ലേ ഊഞ്ഞാല് കിടന്നത്? എന്റെ മനുഷ്യ, പുലി കയറിയ വീട്ടിൽ ഇനി ആരെങ്കിലും പെണ്ണിനെ വന്ന് കെട്ടോ? നിങ്ങൾ ഇതൊന്ന് പറഞ്ഞ് സോൾവ് ആക്ക്, എന്നിട്ട് അവരെ തമ്മിൽ ഒന്ന് ഒന്നിപ്പിക്കും. എന്ന് പറഞ്ഞ മേലും കൂലിയില്ലാത്ത ഇവനെ എങ്ങനെ കൊണ്ട് കെട്ടിക്കും? അവൻ ജോലിയില്ലെന്നേ ഉള്ളൂ. മാസം ഒരു 10-20,000 രൂപ ഞാൻ സമ്പാദിക്കും. 20,000 രൂപ? എടാ എന്റെ പെണ്ണിനുണ്ടല്ലോ മാസം 15,000 രൂപ ഞാൻ പോക്കറ്റ് പണി കൊടുക്കുന്ന അറിയാവോ? ആ 15,000 കൂടെ ചേർത്താ ഞാൻ 20 പറഞ്ഞേ. അത് ശരി. അച്ഛാ, കൊല്ലും ഞാൻ. അച്ഛാ വേണ്ട അച്ഛാ, പാവല്ലേ. എന്ത് പാപ്പൊന്നും? ഇറങ്ങടാ അങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങടാ. ഞാൻ ജയിലിൽ. നിന്നെ വാടാ ഇവിടെ പാ. ബോധമില്ലാത്തവർക്ക് വെടിവെച്ചോണ്ട് ഉണ്ട കൊള്ളാതെ നീ രക്ഷപ്പെട്ടു. അത് താനല്ലേ വെടി വെച്ചത്? എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആണോ? അച്ഛാ ഞാൻ കല്യാണം കഴിക്കണ ഷിബേട്ടിനെ മാത്രമേ കല്യാണം കഴിക്കൂ. എടാ നിന്റെ ബാല മാത്രല്ലേ വെടി കൊണ്ടുള്ളൂ, വെറും കൊണ്ടില്ല. ഇല്ല. എന്റെ മോടെ ഭാഗ്യം. സത്യം പറഞ്ഞ എന്റെ സങ്കല്പത്തിലെ മരുമോൻ ഇതല്ല, പിന്നെ അവനൊരു പുലി ആയിരിക്കണമെന്നായിരുന്നു. അതിനിപ്പോ എന്താ മാമ, ഞാനിപ്പോ പുലിയല്ലേ. അതെ, തലയും വാലും ഇല്ലാത്ത കഴുതപ്പുലി. ഷിബു